മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല ടീച്ചറും മകൾ വീണ വിജയനും പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി മധുരയ്ക്ക് പോയ സമയത്ത് തഞ്ചാവൂരിൽ ബൃഹദേശ്വരൻ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുന്നു. അവർ ക്ഷേത്രത്തിൽ പോയി കുറിയൊക്കെ ഇട്ടുകൊണ്ട് സെൽഫി എടുത്തു വന്നു, കുറി മാച്ചിട്ട് സെൽഫി എടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകളാണ്, സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തകളാണ്. ഇതൊക്കെ എന്താണ് വാർത്തയാകുന്നതെന്നാണ് മനസ്സിലാകാത്തത്. മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ചിലപ്പോൾ നിരീശ്വരവാദിയായിരിക്കും, യുക്തിവാദിയായിരിക്കും, അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരും എല്ലാവരും, ഭാര്യയും മക്കളും എല്ലാവരും അതിൽ വിശ്വസിക്കണമെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പ്രത്യേകിച്ച് വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് വന്നിരിക്കുന്നു. ഇനി ഒന്നിലധികം കേസുകൾ വരുമെന്നുള്ള ഭയമുണ്ട്. ഇ ഡിയുടെയും എൻ ഐ എയുടെയും ഒരുപാട് കേസുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നാളുകൾ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊരു സ്ത്രീയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ സ്വന്തം അമ്മയുമായി പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതോ, ഇനി ശത്രുസംഹാര പൂജയോ മൃത്യുഞ്ജയ ഹോമമോ എന്തെങ്കിലും അവിടെ എന്താണ് ചെയ്യുന്നത്, അവിടെ ചെയ്യേണ്ട പൂജ എന്താണോ അത് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? അതൊക്കെ വ്യക്തിപരമായ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. വ്യക്തിപരമായ ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ദൈവമില്ല, ഈശ്വരനില്ല, അല്ലെങ്കിൽ യുക്തിവാദിയാണ്, മുക്തിവാദിയാണെന്നൊക്കെ പറയുമ്പോഴും ചിലപ്പോൾ ഒരു ആപത്ത് വരുമ്പോൾ അയ്യോ ദൈവമേ എന്ന് വിളിച്ചു പോകുന്നൊരു മഹാഭൂരിപക്ഷം കാര്യം നമ്മൾ കാണാറുണ്ട്. അവസാനം ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ഫിലിപ്പം പ്രസാദ് നക്സൽ ബാരി വലുതായിട്ട് നടന്ന ആളാണ്. അവസാനം സത്യസായി ബാബയുടെ സായി ഭക്തനായിട്ടാണ് മാറുന്നത്. അതുപോലെ ഓരോരുത്തരെയും ഉണ്ട്. ഗൗരിയമ്മ, KR ഗൗരിയമ്മ അവസാന കാലത്ത് കൃഷ്ണനിൽ അഭയം പ്രാപിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ EK നയനാരുടെ ഭാര്യ, മുൻ മുഖ്യമന്ത്രി നയനാരുടെ ഭാര്യ ഇതുപോലെ വിശ്വാസിയാണ്. ധാരാളം വിശ്വാസികളുണ്ട്. പാർട്ടിക്കകത്തുള്ള ആളുകളിൽ തന്നെ പാർട്ടിയുടെ മുൻനിര നേതാക്കളും പ്രവർത്തകരും ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ പരസ്യമായിട്ടൊന്നും അമ്പലത്തിൽ പോകില്ലായിരിക്കും. പക്ഷേ ബാക്കിയുള്ള അവരുടെ കുടുംബാംഗങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാണ്, പൂജകൾ ചെയ്യുന്നവരാണ്, അർച്ചനയ്ക്ക് കൊടുക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്നവരാണ്. അപ്പോൾ അതെല്ലാം വാർത്തയാക്കേണ്ട കാര്യമുണ്ട്. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും മകളുടെ പേരിൽ കേസ് വരുമ്പോൾ അമ്മയ്ക്കും അതിനകത്ത് പോയി പ്രാർത്ഥിച്ച് ആ കേസിൽ നിന്നൊക്കെ ഒന്ന് വിടുതൽ കിട്ടിയാൽ നല്ലതല്ലേ, ഒരു സന്തോഷത്തിന് വേണ്ടി പോകുന്നല്ലേ. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ടൂറിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പോയതായിരിക്കും. തൊട്ടടുത്തുള്ള ക്ഷേത്രമല്ലേ, തഞ്ചാവൂരിലുള്ള ക്ഷേത്രമല്ലേ, അവിടെ പോകാൻ ഈ പറഞ്ഞതുപോലെ ഒരു താല്പര്യം കണ്ടതായിരിക്കും. അവർ വ്യക്തിപരമായി ടൂറിസത്തിന് പോയതായാലും പ്രാർത്ഥനയ്ക്ക് പോയതായാലും പൂജ കൊടുക്കാൻ പോയതായാലും അതൊന്നും നമ്മൾ ചർച്ച ചെയ്ത് വഷളാക്കേണ്ട കാര്യമില്ല. അതൊന്നും മുഖ്യമന്ത്രിയുടെ ഭാര്യ ആയതുകൊണ്ട് അമ്പലത്തിൽ നിഷേധിക്കുന്നില്ല. അവർ ഹിന്ദുവല്ലേ. ഹിന്ദുവായ വനിതയ്ക്കും അവരുടെ മകൾക്കുമൊക്കെ തീർച്ചയായിട്ടും അമ്പലത്തിൽ പോകാം. അതിന് യാതൊരു തടസ്സവുമില്ല ഈ രാജ്യത്ത്. ഇവിടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും വിശ്വസിക്കാതിരിക്കുവാനും ഈശ്വരാരാധന നടത്താനും ഒക്കെ ഭരണഘടന വലിയ സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത്. അത് ഓരോ വ്യക്തികൾക്കുമാണ് നൽകിയിരിക്കുന്നത്, അല്ല ഓരോ കുടുംബത്തിനുമല്ല. ഓരോ കുടുംബത്തിനാണ് നൽകിയിരിക്കുന്നതെങ്കിൽ കുടുംബത്തിൽ ഒരാൾ യുക്തിവാദിയോ അല്ലെങ്കിൽ പിന്നെ നിരീശ്വരവാദിയോ ആണെങ്കിൽ പിന്നെ വേറെ ആരും പോകാൻ പറ്റില്ല എന്ന് പറയാം. ഇതൊരു കുടുംബത്തിനൊന്നുമല്ല, ഓരോ വ്യക്തിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ആളുകൾ പങ്കെടുക്കട്ടെ, പോകട്ടെ. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച്, ഇനി വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും, അസുഖങ്ങളില്ലാതിരിക്കാനും, വീണ്ടും മുഖ്യമന്ത്രിയാകാനും, ആയുസ്സിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. പ്രാർത്ഥന തെറ്റുള്ള കാര്യമാണോ? പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഒരു സമൂഹമായ ഭാരതത്തിൽ പ്രാർത്ഥിക്കുന്നതെന്ന് ഒരു തെറ്റുമില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് CPMൻ്റെ ജില്ലാ സമ്മേളനം നടന്നപ്പോൾ കാട്ടായക്കുളം V. ശ്രീധരായിരുന്നു തോന്നുന്നു അന്ന് ജില്ലാ സെക്രട്ടറി. അദ്ദേഹം മഴ പെയ്യുന്നൊരു സീസൺ ആയതുകൊണ്ട് തേങ്ങ അടിക്കാൻ പറഞ്ഞു പഴവങ്ങാടിയിൽ. അങ്ങനെ തേങ്ങ അടിച്ചു, മഴയും പെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കും. ആറ്റുകാൽ പൊങ്കാലയിടുന്ന എത്രയോ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, ശബരിമലയിൽ പോകുന്നവരുണ്ട്. അതുകൊണ്ട് ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതിനെയും രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല, അതും മതവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല, അതും കേസുകളുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ മകളായി പോയതുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഭാര്യയായത് പോയതുകൊണ്ടും അവർക്കൊന്നും അമ്പലത്തിൽ പോകാൻ കഴിയില്ല. വീണ വിജയനോ അതുപോലെ തന്നെ കമല ടീച്ചറിനൊന്നും പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. തീർച്ചയായിട്ടും അവർ വിശ്വാസികളാണെങ്കിൽ അവർ പോകട്ടെ, അല്ല ടൂറിസത്തിനാണെങ്കിൽ അങ്ങനെ പോകട്ടെ. ഏതർത്ഥത്തിലായാലും അവർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു, ഹോമത്തിനും പൂജയ്ക്കും ഒക്കെ കൊടുത്തു എന്ന് പറയുന്നു. അത് നല്ല കാര്യം. അവരുടെ വിശ്വാസം അവർ കാത്തു സൂക്ഷിക്കട്ടെ. നമ്മുടെ ഭാരതത്തിൽ ആത്മീയതയും വിശ്വാസവും ഭക്തിയും എല്ലാം വ്യക്തിപരമായ 100% ആത്മനിഷ്ഠാപരമായ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇടപാടാണ്.
അപ്പോൾ അത് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ അച്യുതാനന്ദൻ്റെ മകൾ വിശ്വാസിയാണ്, ആശ്രമത്തിൽ പോകാറുണ്ട്, അവർ അമ്പലങ്ങളിൽ പോകുന്നതായി കേട്ടിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മളൊരു വലിയ വിഷയമാക്കി ചർച്ച ചെയ്ത് അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. വിശ്വാസം തീർച്ചയായും തികച്ചും വ്യക്തിപരവും ആത്മനിഷ്ഠപരവുമായ കാര്യമാണ്. അത് താല്പര്യമുള്ളവരൊക്കെ ചെയ്യട്ടെ. താല്പര്യമുള്ള കാലത്തോളം തന്നെ അതിലേക്ക് തുടരുന്നതിൽ മറ്റാരും അഭിപ്രായപ്പെടേണ്ട കാര്യമില്ല. അങ്ങനൊരു കൂട്ടുത്തരവാദിത്വമൊന്നും വിശ്വാസത്തിൻ്റെ ഭാഗത്തില്ല.